ലോകത്തിൽ എല്ലാ ജനങ്ങളും നാട്ടിനു വേണ്ടി സ്നേഹിക്കുന്ന സമൂഹ ജനങ്ങളും രാഷ്ട്രത്തിന്റെ തലവന്മാരും സമുദായത്തിന്റെയും ശ്രേയസ്സും മംഗളവും പ്രജകളുടെ ക്ഷേമ ഐശ്വര്യങ്ങളെയും കാക്ഷിക്കുന്നു. എങ്കിലും അത് യാഥാർത്ഥ്യമാക്കി തീർക്കാൻ ഈ ലോകത്തിൽ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പൂർവ്വ താപസന്മാരും ഋഷികളും പ്രവാചകന്മാരും നമ്മോട് നൽകപ്പെട്ട സന്ദേശം എല്ലാവരും മറന്നുപോയി. ഉദാഹരണം, ഈ ലോകത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, പ്രകാശമായ ലോകങ്ങൾ 7, തമസ് ഇരുളടഞ്ഞ ലോകങ്ങൾ 7, അങ്ങനെ 14 ലോകത്തിനെ കേന്ദ്രീകരിക്കുകയാണ് പ്രപഞ്ചം. അതിൽ മനുഷ്യൻ ഭൂമണ്ഡലത്തിലാണ് മനുഷ്യനും സമസ്ത കോടി ജീവജാലങ്ങളും ഇപ്പോൾ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും പ്രകാശമായ ലോകത്തിലുള്ള പ്രഭ ഭൂമിയിലേക്ക് പതിച്ച് മനുഷ്യനെ ശ്രേഷ്ഠമാക്കി തീർക്കാൻ വേണ്ടി കാലം നൽകിയ ഒരു കരുണയുമാണ് ആ പ്രകാശരശ്മികൾ ഇവിടെ പടരാൻ. എങ്കിലും താമസിക ശക്തികളുടെ അന്ധകാരമായ പ്രപഞ്ചത്തെ മനുഷ്യലോകത്തിന് കിട്ടാത്ത ആ ഊർജത്തിന് കിട്ടാതെ തടസ്സപ്പെടുത്തിയിരിക്കുന്ന താമസിക ശക്തികൾ പ്രപഞ്ചത്തിലുള്ള മനുഷ്യരാശി ആവരണം ചെയ്തിരിക്കുകയാണ്. അതിനെ ഭേദിച്ച് ആ തമസിനെ ഭേദിപ്പിച്ച് ആ ആദ്യ സ്രോതസ്സിൽ നിന്ന് വരുന്ന ഈശ്വരീയ ഊർജത്തിന്റെ മനുഷ്യലോകത്തിലേക്ക് വ്യാപിപ്പിക്കണമെങ്കിൽ എല്ലാ മനുഷ്യ മനസ്സുകളുടെ കൂട്ടായ്മയും ഏകമായ മനസ്സും ഏകമായ ശുഭപ്രതീക്ഷയും സങ്കല്പത്തോടുകൂടി യജ്ഞസംസ്കാരങ്ങളിലൂടെ ഭേദിപ്പിച്ചിട്ടെങ്കിൽ മാത്രമേ പ്രകാശത്തിൽ വരുന്ന പ്രകാശരശ്മി ഊർജ്ജലോകത്തിൽ വരുന്ന ആൽപ്പപ്രഭ മനുഷ്യ ജീവജാലങ്ങളിലും മനുഷ്യരിലേക്കും പകർന്ന് മനുഷ്യന്റെ തിരിച്ചറിവിൽ വീണ്ടെടുത്ത് അവന്റെ സത്യസാക്ഷാത്കാരത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതോടൊപ്പം അധോലോകത്തിലുള്ളതായിരിക്കുന്ന താമസിക ശക്തികൾ മനുഷ്യനെ കീഴടക്കിയ ശക്തികൾക്ക് ആത്മപ്രഭയോടുകൂടി അവരും പരിവർത്തനം വന്ന് ഈ സമൂഹം ഒരു സ്വർഗരാജ്യമായി പ്രകീർത്തിക്കപ്പെടും. അതിലേക്കുള്ള പ്രയാണമാണ് മനുഷ്യന്റെ പരിണാമദശ. അതിലേക്കുള്ള സമയമാണ് ഇപ്പോൾ.